ഇന്ന് നാം വായിച്ചു കേട്ടതായ വിശുദ്ധ ഏവങ്കേലിയോൻ വിശുദ്ധ മർക്കോസ് ഏവങ്കലിസ്റ്റ് എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള ഭാഗങ്ങളാണ്. അവിടെ നാം കാണുന്നത് കർത്താവ് തൻ്റെ പിതൃനഗരത്തിൽ ചെന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ അവർ അംഗീകരിക്കുന്നുണ്ട്. അതില്ല എന്നവർ പറയുന്നില്ല. പക്ഷെ ഇത് ഇവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് അവർക്കുള്ള സംശയം. ഇവൻ എങ്ങനെയാണ് ഈ ജ്ഞാനമൊക്കെ ഇവന് കിട്ടിയത്? ഇവൻ എങ്ങനെയാണ് ഈ അത്ഭുത പ്രവർത്തനം ചെയ്യുന്നതെന്നുള്ളതാണ് അവർക്കുള്ള സംശയം. എന്നിട്ട് പിന്നെ പറയുന്നു, ഇവൻ മറിയയുടെ മകനല്ലേ. അത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ പേര് കൂട്ടി പറയുമ്പോൾ അതൊരു അവഹേളനമാണ്. അതിന് കാരണം ഇതാരാണ്, ഇവൻ എങ്ങനെ കിട്ടി, ജ്ഞാനം ആരുടേതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വേദപണ്ഡിതന്മാരും പരീശന്മാരും മതപുരോഹിതന്മാരും ലേവ്യരും ഒക്കെയാണ്. അവരത് ചെയ്തില്ല. അവരതിന് പകരം വേദപണ്ഡിതന്മാരും പരീശന്മാരും കർത്താവിൽ കുറ്റം ആരോപിക്കുവാനും കർത്താവിനെ എങ്ങനെ തമസ്കരിക്കാം, ഇല്ലായ്മ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണതയാണ് ഞാൻ നിങ്ങളവിടെ കാണുന്നത്. ഈ കോവിഡിന് ശേഷം നാം കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രവണത ഇതാണ്. സാമൂഹ്യ മാധ്യമങ്ങളങ്ങ് പെരുകി കുഞ്ഞുങ്ങൾക്കടക്കതുകൊണ്ട് ഒരു ഓളമാണ്. അതങ്ങോട്ട് അഴിച്ചുവിട്ടേക്ക്, എങ്ങനെയും പറയാം, എന്തും പറയാം എന്നുള്ള അവസ്ഥയാണ്. കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ, എന്തുവായി സത്യം? കർത്താവ് പറഞ്ഞു, സത്യത്തിന് സാക്ഷി പറയാനാണ് ഞാൻ വന്നത്. സത്യം എന്താണെന്നറിയാത്ത ഒരു ഭരണാധിപനാണ് അവിടെ ഭരിച്ചിരുന്നത് എന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന് അവിടെ അത്ഭുത പ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അവരുടെ വിശ്വാസഹീനതയിൽ അവൻ അത്ഭുതപ്പെട്ടു. അവരുടെ വിശ്വാസഹീനതയിൽ അവൻ അത്ഭുതപ്പെട്ടു. ഇത് സാധാരണ ഒരു മനുഷ്യൻ്റെ അവസ്ഥയല്ല. തൃത്വത്തിൽ രണ്ടാമൻ മനുഷ്യാവതാരം ചെയ്ത് മുമ്പിൽ നിൽക്കുകയാണ്. ആ തൃത്വത്തിൽ രണ്ടാമൻ്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അവരുടെ വിശ്വാസഹീനതയിൽ അവൻ അത്ഭുതപ്പെട്ടു. ഞാൻ ആ ദേശക്കാരെക്കുറിച്ചോ ചർച്ചക്കാരെക്കുറിച്ചോ ഒന്നും ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഈ അധ്യായത്തെക്കുറിച്ചാണ്. ഇത് ഞാനും നിങ്ങളും പകർത്തേണ്ട ഒത്തിരി കാര്യങ്ങൾ ആ അധ്യായത്തിലുണ്ട്. വളരെ പ്രത്യേകതയുള്ള ഒരു അധ്യായമാണ് ഈ സംഭവം. അവിടുത്തെ കർത്താവിനെ തിരസ്കരിക്കുന്ന അവസ്ഥയിൽ, കർത്താവിനെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ കർത്താവ് പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഏവങ്കേലിയോൻ 6-ാം അധ്യായം വായിച്ചാൽ നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ നാം കാണുന്നുണ്ട്, കർത്താവ് തൻ്റെ പ്രവർത്തനം അവരെ മുരടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. കർത്താവ് തൻ്റെ പ്രവർത്തനത്തെ 4 ദിശകളിലേക്കും വ്യാപിപ്പിക്കുക. 12 പേരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വചനം പറഞ്ഞുകൊള്ളാൻ. അവിടെ വെച്ചാണ് അവർക്ക് അതിനു വേണ്ടിയുള്ള അനുവാദം കൊടുക്കുന്നത്. നിങ്ങൾ പോയി സുവിശേഷം അറിയിപ്പീൻ എന്ന് പറയുന്നുണ്ട്. സത്യസന്ധമായിട്ടാണെങ്കിൽ, തെറ്റില്ലെങ്കിൽ, കുറ്റമില്ലെങ്കിൽ, കുറവില്ലെങ്കിൽ ഞാനും നിങ്ങളും അനുവർത്തിക്കേണ്ട പാഠമാണ് അവിടെ. ഒരു പ്രതിസന്ധി മുമ്പിൽ വന്നു നിന്നാൽ, ഒരു പ്രയാസം മുമ്പിൽ വന്നു നിന്നാൽ അവിടെ തളരുകയും തകരുകയും ചെയ്യല വേണ്ടത്. എൻ്റെ ദൈവം എന്നോടുകൂടിയുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഇന്ന് ഈ അധ്യായത്തിൽ നിന്ന് ചിന്തിച്ച് ധ്യാനിച്ചെടുക്കേണ്ടതായ ഒരു കാര്യങ്ങൾ. പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഉള്ളിൽ തളരുന്ന ജനത്തെ കണ്ടിട്ടുണ്ട്. അവർ ആവലാതിപ്പെടുന്ന കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇനി എന്തിനും ഞാൻ ജീവിച്ചിരിക്കും. അങ്ങനെ പറയാൻ കർത്താവ് പറഞ്ഞില്ല. നിന്റെ കർത്താവ് നിന്നോടുകൂടെയുണ്ട്. ആ പൂർണ്ണമായ വിശ്വാസം നിന്നോടുകൂടെയുണ്ടോ എങ്കിൽ, നീ സത്യത്തിന് അനുഷ്ഠിച്ചാണ് പോകുന്നതെങ്കിൽ നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല, നിന്നോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ ഒരു ബോധ്യം എൻ്റെ നിങ്ങളുടെയും മനസ്സിൽ വേണം. കർത്താവിൻ്റെ ശിഷ്യന്മാരിങ്ങനെ പോയി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അനേകം മനുഷ്യരിങ്ങനെ കർത്താവിന് ചുറ്റും കൂടുകയാണ്. ശിഷ്യന്മാർ കൂടുകയാണ്. ശിഷ്യന്മാർ പോയിട്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ ഒരാൾക്കൊരു മനസാക്ഷിക്കുത്തുണ്ടാകുന്നുണ്ട്. അതവിടെ നാം കാണണം. ആർക്കെന്നറിയാമോ? സ്നാപകൻ യോഹന്നാൻ്റെ തല ഛേദനം ചെയ്ത
സ്നാപകയോഹന്നാൻ്റെ തല വെട്ടിയെടുത്ത ഹേറോദേസ് അന്തിപ്പാസ്, കർത്താവ് കുറുക്കനെന്ന് വിളിച്ചവൻ, അവൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ വേദനയാണ്. അവൻ അവിടെ ഇരുന്ന് പറയുകയാണ്, ഞാൻ കൊല്ലിച്ച യോഹന്നാൻ എഴുന്നേറ്റോ. അതാണ് നമ്മളെ മറ്റുള്ളവർ നമ്മളെ വെറുതെ വിട്ടാലും നമ്മുടെ മനസാക്ഷി, ശരിക്കും മനസാക്ഷി ഉണ്ടെങ്കിൽ മനസാക്ഷി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആയുഷ്കാലം മുഴുവനും അത് ഒരു വൃണമായി കിടക്കും. ഇത് നാം ഓർക്കണം. തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പോട്ടെ എന്ന് പറഞ്ഞ് ചിലരെയൊക്കെ വേദനിപ്പിക്കാറുണ്ട്. നമ്മുടെ സ്ഥാനമോഹത്തിന് വേണ്ടി വേദനിപ്പിക്കാറുണ്ട്. നമ്മുടെ ധനമോഹത്തിന് വേണ്ടി പലരെയും നിഷ്കരുണം വേദനിപ്പിക്കാറുണ്ട്. അവർ ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം, നിന്നോട് നിന്റെ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കും. നീ ഇതിന് കുമ്പസാരിച്ചാലും പരിഹാരം കിട്ടും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് ഹെറോദാവിൻ്റെ മനസ്സിൽ വന്നതാണ്. ഈ അധ്യായത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകത ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നേക്ക് പോകുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയും, നല്ലപോലെ അധ്വാനിച്ചതല്ലേ, നിങ്ങൾ അല്പം പോയി വിശ്രമിച്ചു കൊള്ളുവീൻ എന്നും പറഞ്ഞ് അയക്കുകയാണ്. അവർ പോകുന്നത് കണ്ടിട്ട് ഇവർ ജനങ്ങളെല്ലാം, അതായത് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനം അത്ര വിപുലീകരണമായിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാർ അവിടെ ഇരുന്ന് ഗുരുവിനെതിരെ കുറ്റം പറയില്ല. ഗുരു അവിടെ ജന്മനാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉള്ളവർ അവനെ സ്വീകരിച്ചില്ല, അവനെ ഒരു കുറ്റം പറഞ്ഞോ എന്ന് പറഞ്ഞു നോക്കിയിരിക്കുകയല്ല. ശിഷ്യന്മാർ 12 പേർ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും അവർക്ക് ചെയ്യാവുന്ന പരമാവധി ചെയ്തതിൻ്റെ അനന്തരഫലം കർത്താവ് പോകുന്നിടത്തേക്ക് ജനം ഓടിയെത്തും. വിശ്രമിക്കാൻ പറ്റാത്ത വിധം ജനം കൂടിയപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളും കാണണം. അവൻ്റെ ഇവിടെ പറയുന്ന 14 വാക്യത്തിൽ പറഞ്ഞു, ഇങ്ങനെ അവൻ്റെ പ്രേയർ പ്രസിദ്ധമായി വരികയാൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഹെരോദാവ് ഞെട്ടി. രണ്ടാമത്, ജനം കർത്താവിൻ്റെ പുറകെ കൂടി. ഇതാണ് നമുക്ക് വലിയൊരു പാഠമായിരിക്കേണ്ടത്. നമ്മുടെ പേര് തമസ്കരിക്കുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാശ്രയത്തോടെ മുന്നോട്ട് പോവുക. എൻ്റെ ദൈവമെന്ന് ഉറച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? പരിശുദ്ധ പരിമല തിരുമേനിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ തിളയ്ക്കുന്നുണ്ടോ? തിരുമേനി പറയാറുണ്ട്, തിരുമേനിയുടെ കാലത്താണ് സഭാവഴക്ക് കുടുംബിരി കൊണ്ടുവന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കർത്താവിനോട് കൂടി ഉണ്ട് എന്ന്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എനിക്ക് മധ്യസ്ഥ പറയുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഇവിടെ ഇരിക്കുമ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്നതാണ് ആദ്യത്തെ കാര്യം. വീണ്ടും നാം താഴോട്ട് പോകുമ്പോൾ ഈ കർത്താവിനെ പറ്റി ജനങ്ങൾ വരുന്നത് കണ്ടു. അവർ 3 ദിവസം അവനോടുകൂടി പാർത്തു. അപ്പോൾ കർത്താവ് പറയാണ്, ഇവർക്ക് ഭക്ഷിപ്പാൻ വല്ലതും കൊടുക്കണം. അത് കൊടുക്കുന്ന നമുക്കറിയാം. അഞ്ചപ്പം കൊണ്ട് വിചാരിച്ച് ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. അതുമാത്രം ജനങ്ങളായിരുന്നു അവിടെ വന്ന്. ഇത്രയും മഹാകാര്യങ്ങളൊക്കെ ചെയ്ത കർത്തൃ ശിഷ്യന്മാർ. കർത്താവ് 5 അപ്പം കൊണ്ട് വിചാരിച്ച് പൊഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവരോട് പറയാൻ, നിങ്ങൾ അക്കരയ്ക്ക് പോയി വിശ്രമിച്ചോ, ഞാൻ കുറേ കൂടി കഴിഞ്ഞിട്ട് വരാം. കർത്താവ് മലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി. ശിഷ്യന്മാർ അക്കരയ്ക്ക് പടകിൽ പോവുകയും ചെയ്യും. കടകിൽ പോയി ഭയങ്കര ഓളങ്ങളും ഭയങ്കര വ്യാധികളും എല്ലാം സമുദ്രത്തിൽ ആഞ്ഞടിക്കുകയാണ്. അവരാകപ്പാടെ മനപ്രയാസപ്പെട്ടു. തങ്ങളുടെ മുമ്പിലൂടെ ഒരു മനുഷ്യൻ ആ സമയത്ത് ഒരാൾ വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് നടന്നു വരിക. അവർ വിചാരിച്ചൊരു ഭൂതമാണ്. പകലന്തിയോളം ആരുടെ നാമത്തിൽ പ്രവർത്തിച്ചുവോ, ഇത്രയും നാൾ ആരുടെ നാമത്തിൽ പ്രവർത്തനം നടത്തിയോ, ആ ദൈവത്തെ അവർക്ക് ഓർക്കുവാൻ കഴിഞ്ഞില്ല. ഒരു ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, പ്രഭാതമായി എന്നറിയുന്നത് എപ്പോഴാണ്? അപ്പോൾ ഗുരു പറഞ്ഞു, ഗുരു അവരോട് തന്നെ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ തന്നെ അത് പറയുക. അപ്പം പറഞ്ഞു, ഒരാൾ പറഞ്ഞു കോഴി കൂവുമ്പോൾ പ്രഭാതമല്ല. പിന്നെ ചോദിച്ചു, എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, കിഴക്ക് ചുമക്കുമ്പോൾ. അതുമല്ല, അവിടെ തീ വനം കത്തിയാൽ ചുവന്ന് വരും. പിന്നെ അവസാനം ഒരു ശിഷ്യൻ പറയുകയാണ്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരനെ സഹോദരനാണെന്ന് എനിക്ക് തെളിച്ചമായി അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ പ്രഭാതമായി എന്ന് വിശ്വസിക്കാം. ഗുരു പറഞ്ഞു, അതാണ് ശരി. നമുക്ക് കഴിയാതെ പോകുന്നതാണ്. നമ്മുടെ സഹോദരങ്ങളെ, നമുക്ക് നന്മ ചെയ്യുന്നവരെ നമ്മൾ അറിയാതെ പോകുന്നു. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ നമ്മൾ അറിയാതെ പോകുന്നു. പലപ്പോഴും എന്തുകൊണ്ടത് പറ്റുന്നതെന്ന് ചോദിച്ചാൽ, പലരും തെറ്റിദ്ധാരണകൾ പറഞ്ഞു പരത്തുവാൻ ഇന്ന് ഈ സമയത്ത് ഈ ലോകത്ത് ഇഷ്ടം പോലെയുണ്ട്. തെറ്റിദ്ധാരണകളെ പുകമറയ്ക്കകത്ത് കിടക്കുന്നവൻ
ഒരിക്കലും വിമോചിതനാവുകയില്ല. അവൻ അവിടെ കിടന്ന് ചുരുളുകയുള്ളൂ. അവന് കണ്ണിൻ്റെ തിമിരം മാറുകയില്ല. കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിച്ചവർ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി. കർത്താവ് പറയുന്നു, ഇത് ഞാനാണ്. അവർ കർത്താവിനെ പടകിൽ കയറ്റി അക്കരയ്ക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ സംഭവിക്കുന്നത്, ഗന്നസരേത്തുകാർ അവനെ തിരിച്ചറിഞ്ഞു. ഒരു അധ്യായത്തിൻ്റെ ആദ്യ തുടക്കവും അവസാനം തമ്മിൽ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിഞ്ഞ്. അവിടുത്തുകാർ അവനെ തിരിച്ചറിഞ്ഞു. രോഗികളെ കിടക്കയോടെ അവൻ പോകുന്ന വഴിയിൽ കിടത്തി. അടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് രോഗികളെ കൊണ്ടുവന്ന് കിടത്തി. അവർ മാത്രമല്ല, നമ്മുടെ തക്സായിൽ ചിലപ്പം ചൊല്ലുന്ന പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ടാവല്ലോ, കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കൃപയും കരുണയും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകണം. ഗന്നസരേത്തുകാർ അവർക്ക് കിട്ടിയ അനുഗ്രഹം കവിഞ്ഞൊഴുക്കുകയായിരുന്നു. തങ്ങൾ കിട്ടിയ അനുഗ്രഹം മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ എന്ന് വിശ്വസിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ മഹാപ്രവർത്തനങ്ങൾ നടക്കുന്നു. എനിക്ക് ആ പോക്ക് ഒരിടത്തെ കർത്താവിനെ തിരിച്ചറിയാത്തൊരു സമൂഹം, തിരിച്ചറിഞ്ഞിട്ടും അറിയില്ല എന്നടിച്ചൊരു സമൂഹം, കർത്താവിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടും കർത്താവിനെ തിരിച്ചറിയാതെ പോയ സമൂഹം, അതിൽ ഞാനും നിങ്ങളൊക്കെ പെടുമായിരിക്കും ഇല്ലേ? കർത്താവ് നമുക്ക് ചെയ്തിരുന്ന നന്മകളെക്കുറിച്ച് അറിയാവുന്നവർ എപ്പോഴും നോക്കാറുണ്ടോ? എന്തെങ്കിലും കിട്ടിയാൽ അലമറിയിടാനല്ലേ പറ്റൂ? അതല്ല, എൻ്റെ കർത്താവ് കൂടെയുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? എൻ്റെ കർത്താവ് ഇത് നേരെ പാതയിൽ കൊണ്ടെത്തിക്കും എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ കഴിയണം. ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ്, എൻ്റെ ദൈവം കൂടെയുണ്ട്. വേറെ ഏത് ശക്തിയും എനിക്ക് തരുന്നാലും അതിനെ ഞാൻ ഭയപ്പെടുകയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഒന്നാമത് നാം അറിയേണ്ടത്, നാം മറ്റുള്ളവരെ തിരിച്ചറിയണം. മറ്റുള്ളവരെ തിരിച്ചറിയണമെങ്കിൽ നമ്മിൽ നിന്ന് അന്ധകാരത്തിൻ്റെ മൂടൽമഞ്ഞ് മാറ്റിക്കളയണം. നാം തെറ്റിദ്ധരിക്കപ്പെട്ടവരോ തെറ്റിദ്ധരിച്ചിരിക്കുന്നവരോ ആയി നമ്മൾ അറിയേണ്ടത്, നമ്മുടെ മുമ്പിൽ ആരാണ് നിൽക്കുന്നതെന്ന്, നാം ആരോടാണ് സംസാരിക്കുന്നത്, നാം ആരോടാണ് പെരുമാറുന്നതെന്നുള്ള ബോധ്യം വരണമെങ്കിൽ കണ്ണിൻ്റെ അന്ധകാരം മാറിയേ പറ്റുള്ളൂ. പലപ്പോഴും ചിലരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ തകരുന്ന അനുഭവം ഉണ്ടാവും. അത് നിങ്ങൾക്കൊക്കെ വളരെയേറെ അനുഭവമായിരിക്കും. വീട്ടിൽ അപ്പനായിരിക്കും, മക്കളിൽ നിന്നായിരിക്കും, അപ്പന മക്കളിൽ നിന്നായിരിക്കും, ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരിൽ നിന്നായിരിക്കും. അങ്ങനെ പലരിൽ നിന്നും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവും. ആ സമയത്തൊക്കെയും ഓർത്തിരിക്കുക, കാണുന്നവനായ ദൈവം കൂടെയുണ്ട്. നമ്മളിൽ അന്ധകാരത്തെ മാറ്റിക്കളയുക. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.